പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ മലയാളം മതിയാവോളം ചാനലിലേക്ക് സ്വാഗതം. നിരൂപണ രംഗവുമായി ബന്ധപ്പെട്ട് മലയാള സാഹിത്യ വിമർശനത്തിൻ്റെ വിവിധ മേഖലകളെ നമ്മൾ പരിചയപ്പെട്ടു. ഇനി മുൻകാലങ്ങളിൽ പല പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ള, അതായത് മലയാള അധ്യാപക തസ്തികയിലേക്ക് മാത്രമല്ല മറ്റ് തസ്തികകളിലേക്കുള്ള പരീക്ഷകളിൽ ഉൾപ്പെടെ ചോദിച്ചിട്ടുള്ള അവയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കുറച്ച് ചോദ്യങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ദശമസ്കന്ധത്തിന് ശേഷമുള്ള ഭാഗവത ഭാഗങ്ങൾ എഴുത്തച്ഛൻ്റേതല്ല എന്ന് അഭിപ്രായപ്പെട്ടതാരായിരുന്നു? ദശമസ്കന്ധത്തിന് ശേഷമുള്ള ഭാഗവത ഭാഗങ്ങൾ എഴുത്തച്ഛൻ്റേതല്ല എന്ന് അഭിപ്രായപ്പെട്ടത് സാഹിത്യപഞ്ചാനനൻ പി.കെ. നാരായണപിള്ള. നമ്പ്യാരുടെ കല്യാണ സൗഗന്ധ്യത്തിലെ കല്യാണപദത്തെ ചൊല്ലി വിവാദമുണ്ടാക്കിയത് ആരെല്ലാം? നമ്പ്യാരുടെ കല്യാണ സൗഗന്ധ്യത്തിലെ കല്യാണപദത്തെ ചൊല്ലി വിവാദമുണ്ടാക്കിയത് ആരെല്ലാം? സാഹിത്യപഞ്ചാനനൻ C.I. രാമൻ നായർ. സാഹിത്യപഞ്ചാനനൻ C.I. രാമൻ നായർ. സംസ്കാര പഠനം ഒരു ആമുഖം എന്ന കൃതി ആരുടേതാണ്? സംസ്കാര പഠനം ഒരു ആമുഖം എന്ന കൃതി ആരുടേതാണ്? P.P. രവീന്ദ്രൻ. P.P. രവീന്ദ്രനാണ് സംസ്കാര പഠനം ഒരാമുഖം എന്ന കൃതി എഴുതിയത്. കാളിദാസ കൃതികളെ ആധാരമാക്കി ഛത്രവും ചാമരവും എന്ന പഠനഗ്രന്ഥം എഴുതിയതാര്? കാളിദാസ കൃതികളെ ആധാരമാക്കി ഛത്രവും ചാമരവും എന്ന പഠനഗ്രന്ഥം എഴുതിയത് M.B. ശങ്കുണ്ണി നായർ. M.B. ശങ്കുണ്ണി നായർ. ദന്തഗോപുരത്തിലേക്ക് വീണ്ടും എഴുതിയത് M. തോമസ് മാത്യു. ദന്തഗോപുരത്തിലേക്ക് വീണ്ടും എഴുതിയത് M. തോമസ് മാത്യു. മലയാളത്തിൽ സ്ത്രൈണതയുടെ ആത്മീയതയെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയത് ആര്? മലയാളത്തിൽ സ്ത്രൈണതയുടെ ആത്മീയതയെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയത് റോസി തമ്പിയാണ്. സ്ത്രൈണാത്മീയം എന്ന പേരിൽ റോസി തമ്പിയാണ് മലയാളത്തിൽ സ്ത്രൈണതയുടെ ആത്മീയതയെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയത്. ആധുനിക മലയാള കവിതയിലെ സ്ത്രീപക്ഷ സമീപനങ്ങൾ എന്ന കൃതി എഴുതിയതാരാണ്? ആധുനിക മലയാള കവിതയിലെ സ്ത്രീപക്ഷ സമീപനങ്ങൾ എന്ന കൃതി എഴുതിയത് ഡോക്ടർ P. ഗീത ആണ്. ഡോക്ടർ P. ഗീത. സ്ത്രീ വിമോചനം എന്നാൽ മനുഷ്യവിമോചനം എന്നൊരു കൃതിയും അവരുടേതായിട്ടുണ്ട്. സ്ത്രീ വിമോചനം എന്നാൽ മനുഷ്യവിമോചനം. ആര്യമാകിലും അനാര്യമാകിലും എന്ന നിരൂപണ ഗ്രന്ഥവും ഡോക്ടർ P. ഗീതയുടേതാണ്. അതിർത്തിയിലെ അശരീരികൾ അവരുടെ മറ്റൊരു കൃതിയാണ്, ഡോക്ടർ P. ഗീതയുടേതാണ്. പെൺകാലങ്ങൾ മറ്റൊരു രചനയാണ്. പെൺകാലങ്ങൾ. ഇതെല്ലാം ഡോക്ടർ P. ഗീതയുടെ രചനകളാണ്. പ്രസിദ്ധമായ അവരുടെ മറ്റൊരു കൃതിയാണ് കണ്ണാടികൾ ഉടയ്ക്കുന്നത് എന്തിന്. നിരൂപണ ഗ്രന്ഥമാണ്. കണ്ണാടികൾ ഉടയ്ക്കുന്നത് എന്തിന് എന്ന കൃതി എഴുതിയതാര് എന്ന് ചോദിച്ചാലും ഡോക്ടർ P. ഗീതയാണ്. കേരള ഭാഷയെ സംസ്കൃതത്തിൻ്റെ അടിമയാക്കാൻ കേരള കാളിദാസൻ ശ്രമിച്ചു എന്ന് വിമർശിച്ചതാരാണ്? കേരള ഭാഷയെ സംസ്കൃതത്തിൻ്റെ അടിമയാക്കാൻ കേരള കാളിദാസൻ ശ്രമിച്ചു എന്നിങ്ങനെ കേരളോർമ്മയെ വിമർശിച്ചത് മൂർക്കോത്ത് കുമാരനാണ്. മൂർക്കോത്ത് കുമാരൻ. CV കൃതികളിലെ കഥാപാത്രങ്ങളുടെ സംഭാഷണ ശൈലിയെ ആധാരമാക്കി N. കൃഷ്ണപിള്ള രചിച്ച കൃതി അറിയാമല്ലോ, പ്രതിപാത്രം ഭാഷണഭേദം. പ്രതിപാത്രം ഭാഷണഭേദം എന്ന പഠനഗ്രന്ഥം എഴുതിയതാരെന്ന് ചോദിച്ചാൽ N. കൃഷ്ണപിള്ള. ഭാരതഗാഥ ചെറുശ്ശേരി രചിച്ചതല്ല എന്ന് കണ്ടെത്തുന്ന NBP ഉണ്ണത്തിരിയുടെ കൃതിയാണ് അത്യുത്തരീയ കേരളം. അത്യുത്തരീയ കേരളം എന്ന രചനയിലാണ് അദ്ദേഹം
ഭാരതകഥ ചെറുശ്ശേരി രചിച്ചതല്ല എന്ന് നിരീക്ഷിക്കുന്നത്. ഇടശ്ശേരി കവിത ശില്പവിചാരം എന്ന കൃതി എഴുതിയതാരും? ഇടശ്ശേരി കവിത ശില്പവിചാരം എന്ന കൃതി എഴുതിയത് KP മോഹനൻ. മലയാള ഭാഷയും സാഹിത്യവും എന്നൊരു നല്ലൊരു ഗ്രന്ഥം, ലളിതമായ ഗ്രന്ഥം എഴുതിയത് ആറ്റൂർ കൃഷ്ണപിഷാരടിയാണ്. മലയാള ഭാഷയും സാഹിത്യവും എന്ന കൃതി എഴുതിയത് ആറ്റൂർ കൃഷ്ണപിഷാരടി. കാക്കകളെക്കുറിച്ച് കാകൻ എന്ന പേരിൽ പഠനഗ്രന്ഥം എഴുതിയത്, കാക്കകളെക്കുറിച്ച് കാകൻ എന്ന പഠനഗ്രന്ഥം എഴുതിയത് മൂർക്കോത്ത് കുമാരനാണ്. തത്വമസി അഥവാ അത് നീയാകുന്നു എന്ന പഠനഗ്രന്ഥം എഴുതിയതാര്? ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തത്വമസി എന്ന പ്രസിദ്ധമായ നിരൂപണ ഗ്രന്ഥം അതൊരു വേദങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അതാണ്. അത് നമ്മുടെ സുകുമാരഴിക്കുറൻ എഴുതിയത്. പക്ഷേ ഇവിടെ ചോദ്യം അതല്ല. തത്വമസി അഥവാ നീയാകുന്നു, അതാണ് മുഴുവൻ പേര്. തത്വമസി അഥവാ നീയാകുന്നു. ഇത് ആരുടെ പഠനഗ്രന്ഥമാണ്? ഇത് യോഗാനന്ദ സരസ്വതിയുടേതാണ്. യോഗാനന്ദ സരസ്വതി. തത്വമസി അഥവാ അത് നീയാകുന്നു യോഗാനന്ദ സരസ്വതിയുടെ പഠനഗ്രന്ഥമാണ്. പ്രാസത്തിനായി കവി പദ്യത്തെ ബലി കൊടുക്കുന്നത് ക്ഷുദ്രഭൂതപ്രീതിക്കായി പുത്രനെ ബലി കൊടുക്കും പോലെ നിന്ദ്യമാകുന്നു എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? പ്രാസത്തിനായി കവി പദ്യത്തെ ബലി കൊടുക്കുന്നത് ക്ഷുദ്രഭൂതപ്രീതിക്കായി പുത്രനെ ബലി കൊടുക്കുന്നത് പോലെ നിന്ദ്യമാകുന്നു എന്ന് പറഞ്ഞത് കുമാരനാശാനാണ്. മഹാകാവ്യങ്ങളെ കെട്ടുകുതിരയോട് ഉപമിച്ചതും കുമാരനാശാനായിരുന്നു. പ്രാസവാദങ്ങളെ സമാഹരിച്ച് പ്രാസവാദം എന്ന പേരൊരു കൃതി പിൽക്കാലത്ത് തയ്യാറാക്കപ്പെട്ടു. പ്രാസവാദമായിട്ട് ബന്ധപ്പെട്ടുള്ള കോലാഹലങ്ങളൊക്കെ ഉണ്ടായല്ലോ. അതിനെക്കുറിച്ചുള്ള ഡാറ്റ കളക്ഷൻസ് എല്ലാം നടത്തി പ്രാസവാദം എന്ന പേരിലൊരു കൃതി വളരെ ഭംഗിയായിട്ട് രചിച്ചത് ഡോക്ടർ SK വസന്തനാണ്. ഡോക്ടർ SK വസന്തൻ. നമ്മൾ നടന്ന വഴികൾ എന്ന കൃതിയും ഡോക്ടർ SK വസന്തനെയാണ്. ഡോക്ടർ SK വസന്തൻ ഇങ്ങനെ മൗലികമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. മറ്റൊരു മൗലികമായ സംഭാവന ഡോക്ടർ SK വസന്തൻ തന്നെയാണ്. കേരള ചരിത്ര നിഘണ്ടു അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട്. കേരള ചരിത്ര നിഘണ്ടു SK വസന്തൻ്റെയാണ്. ഡോക്ടർ SK വസന്തനാണ് പ്രാസവാദം എന്ന കൃതി എഴുതിയത്. നമ്മൾ നടന്ന വഴികൾ അദ്ദേഹത്തിൻ്റെതാണ്. കേരള ചരിത്ര നിഘണ്ടു തയ്യാറാക്കിയതും അദ്ദേഹമാണ്. കേരളത്തിൻ്റെ സ്ത്രീ ചരിത്രങ്ങൾ, സ്ത്രീ മുന്നേറ്റങ്ങൾ എന്നൊരു കൃതി രചിക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൻ്റെ സ്ത്രീ ചരിത്രങ്ങൾ, സ്ത്രീ മുന്നേറ്റങ്ങൾ എഴുതിയത് CS ചന്ദ്രികയാണ്. CS ചന്ദ്രിക. വിനോദിനി മാസികയിലൂടെ മയൂര സന്ദേശത്തിന് ഖണ്ഡന വിമർശനം എഴുതിയതാര്? വിനോദിനി മാസികയിലൂടെ മയൂര സന്ദേശത്തിന് ഖണ്ഡന വിമർശനം എഴുതിയത് CP അച്യുതമേനോനാണ്. ഗദ്യരചനയ്ക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ERൻ്റെ കൃതിയാണ് ഇതാ സാഹിത്യം. സാഹിത്യത്തിന് അവതാരിക എഴുതി കൊടുത്തിരിക്കുന്നത് രാമവർമ്മ അപ്പൻ തമ്പുരാനാണ്. രാമവർമ്മ അപ്പൻ തമ്പുരാനാണ് AR രാജരാജവർമ്മയുടെ സാഹിത്യത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത്. കവിതാ തത്വ നിരൂപണം എന്നൊരു കൃതി ഉണ്ട്. അതെഴുതിയത് സർദാർ KM പണിക്കറാണ്. കവിതാ തത്വ നിരൂപണം KM പണിക്കർ. പാശ്ചാത്യ പൗരസ്ത്യ വീക്ഷണങ്ങളിലൂടെ സാഹിത്യത്തിൻ്റെ മൗലിക തത്വങ്ങളെ വിലയിരുത്തുന്ന PM ശങ്കരൻ നമ്പ്യാരുടെ ഒരു കൃതിയുണ്ട്. PM ശങ്കരൻ നമ്പ്യാർ. സാഹിത്യലോചനം എന്നാണ് അതിൻ്റെ പേര്. പാശ്ചാത്യ പൗരസ്ത്യ വീക്ഷണങ്ങളിലൂടെ സാഹിത്യത്തിൻ്റെ മൗലിക തത്വങ്ങളെ വിശദീകരിക്കുന്ന PM ശങ്കരൻ നമ്പ്യാരുടെ രചന സാഹിത്യലോചനം. പാശ്ചാത്യ പൗരസ്ത്യ വിമർശനങ്ങളുടെ സ്വഭാവം ഒന്നുതന്നെയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് IC ചാക്കോയായിരുന്നു. പാണിനീയ പ്രദ്യോതം അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു കൃതിയാണ്. കുട്ടിക്കൃഷ്ണമാരാർ ആദരിക്കുന്ന ഒരേ ഒരു പ്രാചീന കവിയായി രൂപകൾ ചൂണ്ടിക്കാട്ടുന്നത് ഉണ്ണായി വാര്യരാണ്. CJ തോമസ് എഴുതിയൊരു കൃതിയാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അതിലൊരു നിരൂപണ ഗ്രന്ഥം കൂടെയാണത്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ CJ തോമസിൻ്റെ നിരൂപണ ഗ്രന്ഥമാണ്. മുണ്ടശ്ശേരിയും മാരാരും സാഹിത്യ വിമർശനത്തെ ഭാവപ്രധാനമാക്കി നശിപ്പിച്ചു കളഞ്ഞു
എന്ന് വിമർശനം ഉന്നയിച്ച നിരൂപകനാരാണ്? മുണ്ടശ്ശേരിയും മാരാരും സാഹിത്യ വിമർശനത്തെ ഭാവപ്രധാനമാക്കി നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞത് കെ ദാമോദരനാണ്. സാഹിത്യം നവയുഗത്തിൽ എന്ന കൃതി ആരുടേതാണ്? കെ വാസുദേവൻ മൂസത്. സാഹിത്യം നവയുഗത്തിൽ എഴുതിയത് കെ വാസുദേവൻ മൂസത്. ആ പൂമാലയിലെ കലാനിരൂപണം എന്ന ലേഖനം എഴുതിയതാരാണ്? ആ പൂമാലയിലെ കലാനിരൂപണം എന്ന ലേഖനം ഉറുമീസ് തരകനാണ് എഴുതിയത്. ഉറുമീസ് തരകൻ. ആശാൻ്റെ നളിനിയിലെ ശില്പം മനസ്സിൽ കണ്ടിട്ട് നളിനി കട്ട തടഞ്ഞിട്ട് നടക്കാൻ വയ്യാത്ത നിലയിലാണ് എന്ന അഭിപ്രായം പറഞ്ഞതാര്? ആശാൻ്റെ നളിനിയിലെ ശില്പം മനസ്സിൽ കണ്ടിട്ട് നളിനി കട്ട തടഞ്ഞിട്ട് അങ്ങോട്ട് നടക്കാൻ വയ്യാത്ത നിലയിലാണെന്ന് പറഞ്ഞത് വള്ളത്തോളാണ്. ചിത്രയോഗം കാണുമ്പോൾ ചില പഴയ ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും നടന്നു വരുന്ന നെടുങ്കുതിര കെട്ടിയെടുപ്പാണ് ഓർമ്മയിൽ വരുന്നതെന്ന് വള്ളത്തോളിൻ്റെ ചിത്രയോഗത്തെ വിമർശിച്ചത് കുമാരനാശാനായിരുന്നു. കവികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ രചനകളെ പറ്റിയും വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ നല്ല സൗഹൃദം കാത്തു സൂക്ഷിച്ചിരുന്നു. കുമാരനാശാൻ്റെ ഭാഷ വിലക്ഷണ രീതിയിലുള്ളതാണെന്ന് ലീലയെ മുൻനിർത്തി വാദിക്കാൻ ശ്രമിച്ചതാര്? പക്ഷെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ അങ്ങനെ വ്യാഖ്യാനിക്കാനായിട്ട് ശ്രമിച്ചു ഒരാൾ. ആരാ? വള്ളത്തോൾ തന്നെയാണ്. രസധ്വനി സിദ്ധാന്തത്തെ ആധാരമാക്കി വീണപൂവ് കൺമുൻപിൽ എന്ന പേരിൽ ഒരു കൃതി എഴുതിയത് നിരൂപണ ഗ്രന്ഥം എന്ന് പറയാം. പഴയ സങ്കല്പത്തിലുള്ള നിരൂപണം. അപ്പോൾ അത് എഴുതിയതാരാണ്? കെ എം ഡാനിയലാണ്. കെ എം ഡാനിയലാണ് രസധ്വനി സിദ്ധാന്തത്തെ ആധാരമാക്കി വീണപൂവ് കൺമുൻപിൽ എന്ന കൃതി എഴുതിയത്. ആശാൻ ജനകീയ കവിയോ എന്ന ലേഖനം എഴുതിയതാരാണ്? ആശാൻ ജനകീയ കവിയോ എന്ന ലേഖനം നമ്മുടെ എസ് ഗുപ്തൻ നായരാണ് എഴുതിയിട്ടുള്ളത്. ജീവചരിത്ര വസ്തുതകളെ ആധാരമാക്കി ആശാൻ കവിതയെ വിലയിരുത്തുന്ന കെ സുരേന്ദ്രൻ്റെ കൃതിയാണ് കുമാരനാശാൻ. കുമാരനാശാൻ എന്ന് മാത്രം പേരിൽ. ജീവചരിത്ര വസ്തുതകളെ ആധാരമാക്കി ആശാൻ കവിതയെ വിലയിരുത്തുന്ന കെ സുരേന്ദ്രൻ്റെ കൃതി കുമാരനാശാൻ. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും ചോദ്യങ്ങൾ മതി. ഇത്രയും പഠിക്കുക. ഈ ഒരു 2 ദിവസം കൊണ്ട് തന്നെ വൈകാതെ തന്നെ നമുക്കടുത്ത ഭാഗത്തേക്ക് കിടക്കാം. ഇക്കാലം നിർത്തുകയാണ്. താങ്ക് യു.